ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു തസ്ലീ കിച്ചൻ. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ലോഡഡ് ഫ്രൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ഞാൻ മഷ്റൂം വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന അടുത്ത് തന്നെ ഒരു ബെൽ ഐക്കൺ കാണാം. അതിലുള്ള ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഫ്രഞ്ച് ഫ്രൈസും ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു സമയം മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ മഷ്റൂം വെച്ചിട്ട് ആണ് തയ്യാറാക്കുന്നത്. ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള മഷ്റൂം തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ കോൺ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അത് നന്നായി ചൂടായി കഴിഞ്ഞാൽ ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് ആണ്. നമുക്ക് ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒന്ന് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് അടുത്തതായി ഒരു ഫില്ലിങ് തയ്യാറാക്കണം. മഷ്റൂം വെച്ചിട്ടുള്ള ഫില്ലിംഗ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മഷ്റൂം തന്നെയാണ്. ഇനി അടുപ്പിലൊരു പാൻ വെച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ആവശ്യമുള്ള ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി സ്ലൈസ് ചെയ്ത് വെച്ച മഷ്റൂം ഇതേപോലെയാണ് ഞാൻ സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി സ്ലൈസ് ചെയ്ത മഷ്റൂം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇരുവശവും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് 2 വശവും ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ചോപ്പ് ചെയ്ത് വെച്ച ഓണിയനും ചോപ്പ് ചെയ്ത് വെച്ച ക്യാപ്സിക്കാണ്. ഇത് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് ഞാനൊരു പിസയും കൂടി തയ്യാറാക്കുന്നുണ്ട്. അതിൻ്റെയാണ് ഞാൻ ഡിന്നറിന് വേണ്ടി ഉണ്ടാക്കിയ റെസിപ്പിയാണിത്. ഒരു ഹാഫ് ഓണിയൻ ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഒലിവ് ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഒലിവ് ഓയിൽ തന്നെയാണ് റെഡിയാക്കുന്നത്. ഒലിവ് ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച ഓണിയനും ക്യാപ്സിക്കും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള സോൾട്ട് ഇട്ട് നന്നായി സോട്ട് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് സോട്ടായി കഴിഞ്ഞാൽ പിസ്സ സോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ വീട്ടിൽ തന്നെ റെഡിയാക്കുന്ന പിസ്സ സോസാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിസ്സ സോസ്. അതൊന്ന് എല്ലാം ഒന്ന് മിക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ച മഷ്റൂമും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ സോട്ട് ചെയ്ത് വെച്ചതാണ്. ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് വെച്ചതാണ്. അതുകൂടി ഈ പിസ്സ സോസിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ലോഡഡ് ഫ്രഞ്ച് ഫ്രൈസ് ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. ഒരു പാന് വെച്ചിട്ടുണ്ട്. ഞാനിത് കേക്കൊക്കെ ഉണ്ടാക്കുന്ന പാനാണ്. അതിലേക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മഷ്റൂമിൻ്റെ സോസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ഒരു ഗാർണിഷിന് വേണ്ടിയിട്ട് ക്യാപ്സിക്കം കട്ട് ചെയ്തതും അതുപോലെ ചില്ലി ഫ്ലെക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 200 ടെമ്പറേച്ചറിൽ 10 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. മൊസറല്ല ചീസ് ഒന്ന് മെൽറ്റായാൽ മാത്രം മതി. ഓൾറെഡി നമ്മൾ ഇതിൽ കുക്കായതാണ്. മൊസറല്ല ചീസ് ഇതിലൂടെ ഒന്ന് ബെൻഡായി കിട്ടിയാൽ മാത്രം മതി.
അങ്ങനെ സോസൊക്കെ നല്ല മെൽട്ടായി വന്നിട്ടുണ്ട്. നമ്മൾ അടിപൊളി ലോഡഡ് ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന, ചീസൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ലോഡഡ് ഫ്രൈസ് ആണിത്. എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. പുതിയ വീഡിയോ ആയി കാണുന്നവരെ ഇൻഷാ അല്ലാഹ്. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.